വീട്ടില് ഗസ്റ്റെല്ലാം വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റും. നല്ല സിമ്പിൾ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പൊ അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തത്. അപ്പൊ അത് നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് എരിവിനായിട്ട് 1-2 പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പൊ അത് ഒന്നിക്കിൽ ചതച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടാലും മതി. 1 ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിന്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അതുവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഉള്ളിന്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ സിമ്പിൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചേർക്കുന്നത് എരിവുള്ളതാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർക്കാം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ പൊടിന്റെ പച്ചമണെല്ലാം നന്നായിട്ട് മാറി വരണം. പിന്നെ കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ടെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്താലും മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഞാനിതാ 2 മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം അടർത്തി മാറ്റാം. പിന്നെ മുട്ട പുഴുങ്ങുമ്പോൾ ഓവറായിട്ട് ലൂസായി പോകരുത്. നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള അതിനേക്കാളും കുറച്ചും കൂടി ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ എഗ് യോക്ക് കുറച്ച് കട്ടിയാവണം, അതുവരെ നിങ്ങൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ട ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യുക ആദ്യം. ഇനി ഓരോ പീസും എടുത്തിട്ട് ഇതേപോലെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മുട്ടയും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഏതെങ്കിലും പീസ് വലുതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കത്തിനെ കൊണ്ട് ചെറിയ ചെറിയ കഷ്ണാക്കി കൊടുത്താൽ മതി. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോ 2 മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതലെല്ലാം എടുക്കാം. നിങ്ങൾക്ക് നല്ലോണം മുട്ട വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയാൽ മതി. ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. പിന്നെ കലക്കുമ്പോൾ നിങ്ങൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കലക്കരുത്. കുറച്ച് തിക്കായിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കേണ്ടത്. അപ്പൊ ഇതാ ഈ ഒരു ലൂസിൽ മതി. ഇനി നമ്മൾ ഇതുപോലെ 2 പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഒരു ബ്രെഡിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ആദ്യം ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദന്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് നമുക്ക് സൈഡിലെല്ലാം ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ നടുക്കായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഫില്ലിങ് കുറേ കൂടുതൽ വെക്കണ്ട കേട്ടോ, അപ്പൊ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അത്യാവശ്യം നമ്മൾ ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോ മറ്റേ ബ്രെഡിന്റെ സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ഈ മൈദന്റെ ബാറ്റർ ആക്കി കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഇതിന്റെ സൈഡിലെല്ലാം ഈ ബാറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ അമർത്തുമ്പം ഈ 2 ബ്രെഡും തമ്മിൽ ഒട്ടി നിൽക്കുവേ. അപ്പൊ അത് എല്ലെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് 2 മുട്ടയും കൂടി വേണം. അപ്പൊ മുട്ട നമ്മൾ പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിലും മൈദയിലും കുറച്ച് മാത്രമേ ഉപ്പിട്ട് കൊടുക്കണ്ടൂ. അപ്പൊ ഇത് നമ്മൾ ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് മിക്സ് ആയിട്ട് വന്നാൽ നമുക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്കൊരു വറ്റൽമുളക് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലെക്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇത് ഇടുമ്പം ഇതിനുള്ളിലുള്ള ആ കുരുവെല്ലാം മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയിലയും വറ്റൽമുളകും ചേർത്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കാം. ഇനിയിപ്പോ നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോ ബ്രെഡിന്റെ പീസും എടുത്തിട്ട് നമ്മുടെ മുട്ടന്റെ ബാറ്ററിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. പിന്നെ വെക്കുന്ന സമയത്ത് മല്ലിയിലയും ചില്ലി ഫ്ലേക്സ് ഒന്നും ഇതിന്റെ മുകളിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മുട്ടയിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയെ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ചെറിയ തീയിൽ മാത്രം ഇത് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുക. ഒരു 2-3 മിനിറ്റിൽ മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും തന്നെ ഇതിന്റെ അടിഭാഗമെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ അടിഭാഗം കൂടി കുറച്ച് സമയം മാത്രം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പൊ ഇതാ നമുക്ക് മറ്റേ സൈഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് കണ്ടോ, എല്ലാ ബ്രെഡും നല്ലോണം ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വിരുന്നുകാരെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോ ഞാനിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം. ഇതാ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല രസം ഉണ്ടാവും കാണാന്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ചു കൊടുക്കാം. അപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.